അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വിസ്റ്റം ഗൈഡ് ഉപയോഗിച്ച് നമുക്ക് അസൈൻ ചെയ്തിട്ടുള്ള പ്രൊഫൈസ് കോളുകൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വിസ്റ്റം ഗൈഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഹോം സ്ക്രീൻ ഇത്തരത്തിലായിരിക്കും. ഇവിടെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ORG എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ള രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ORG സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ കോൾ ക്യാമ്പയിൻസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. കോൾ ക്യാമ്പയിൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് കോൾ ക്യാമ്പയിൻസ് ലിസ്റ്റ് ചെയ്ത് വരും. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് പ്രൊഫൈസ് 4.0 കോൾ ക്യാമ്പയിൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. പ്രൊഫൈസ് 4.0 കോൾ ക്യാമ്പയിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോകുന്ന പേജിൽ നമുക്ക് കാണാം, നമ്മുടെ കീഴിൽ അസൈൻ ചെയ്തിട്ടുള്ള കോൺടാക്റ്റുകൾ കാണാം. നമുക്ക് ഈ കോൺടാക്റ്റുകളിലേക്കാണ് നമ്മൾ വിളിക്കേണ്ടത്. വിളിക്കുന്ന രൂപം നമ്മൾ ഈ 3 ഡോട്ടിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻസ് വരും. ഡയറക്റ്റ് നമുക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വാട്സപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ താഴെ വ്യൂ ഓർ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അസൈൻ ചെയ്തിട്ടുള്ള കോള് ഡയറക്റ്റായിട്ട് വിളിക്കാനായിട്ട് സാധിക്കും. ഇതിൽ വ്യൂ ഓർ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെയാണ് നമ്മൾ വിളിക്കുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ആ വിളിക്കുന്ന ആളോട് ചോദിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫീൽഡ്സ് കാണാം. അവരുടെ ഡീറ്റെയിൽസ് ഇതിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഇതിൽ ആദ്യത്തെ ചോദ്യം പ്രൊഫൈസിനെ കുറിച്ച് പരിചയപ്പെടുത്തിയോ എന്നുള്ളതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് പരിചയപ്പെടുത്തിയെങ്കിൽ അതേ എന്ന് നമുക്ക് കൊടുക്കാം. അടുത്ത ചോദ്യം കോൺഫറൻസ് ഡേറ്റ് സേവ് ചെയ്യാൻ പറഞ്ഞോ എന്നുള്ളതാണ്. അതായത് നമ്മൾ കോൺഫറൻസ് ഡേറ്റ് ആയ നവംബർ 16, 17 എന്നുള്ള ഡേറ്റ് അവരെ അറിയിക്കുക. പറഞ്ഞു എങ്കിൽ നമുക്ക് പറഞ്ഞു എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ അടുത്ത ചോദ്യം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് വാട്സപ്പ് നമ്പറിലേക്ക് നമ്മൾ സന്ദേശങ്ങൾ അയച്ചു കൊടുത്തോ എന്നുള്ളതാണ്. അതായത് പ്രൊഫൈസുമായി ബന്ധപ്പെട്ട് വരുന്ന പോസ്റ്ററുകളും അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്കും നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തു എന്നുള്ളത് സെലക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ പ്രതികരണത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായത്, സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അദ്ദേഹം നമ്മൾ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം രജിസ്റ്റർ ചെയ്യുമോ, പ്രൊഫൈസിൽ പങ്കെടുക്കുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായ ആ ഒരു കാര്യം നമുക്കിവിടെ രേഖപ്പെടുത്താം. രജിസ്റ്റർ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ, പങ്കെടുക്കും എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ ചെയ്യും, പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാതെ പങ്കെടുക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്കതും ക്ലിക്ക് ചെയ്ത് അതിവിടെ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നമുക്ക് പ്രസ്ഥാന ബന്ധം, നമ്മുടെ പ്രവർത്തകനാണോ, അനുഭാവിയാണോ, താല്പര്യമില്ലാത്ത ഒരാളാണോ, വിമർശകനാണോ എന്നുള്ളതെല്ലാം നമുക്കിവിടെ സെലക്ട് ചെയ്ത് ഇവിടെ മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ വിളിക്കുന്ന ആൾ എന്തെങ്കിലും പ്രത്യേകം നിർദ്ദേശങ്ങൾ നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ അതിവിടെ നമുക്ക് രേഖപ്പെടുത്താം. അതിനുള്ള ഓപ്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ വിളിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വിളിച്ചതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ നമ്മൾ നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു എങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഫോൺ എടുക്കുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, തിരിച്ചു വിളിക്കാം, അല്ലെങ്കിൽ നമ്പർ തെറ്റാണ്, നമ്പർ നിലവിലില്ല, അങ്ങനെയുള്ള ഒരു വിധം നമുക്ക് വരുന്ന കേസുകളെല്ലാം ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു ആണെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സേവ് ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സക്സസ് സേവ് ചെയ്തു എന്നുള്ളത് കാണിക്കും. നമ്മൾ ടോട്ടൽ നമ്പർ ഉണ്ടായിരുന്നത് 10 അല്ലെങ്കിൽ ഒരു നമ്പറാണെങ്കിൽ ബാക്കിയുള്ളത് എത്രയാണെന്നുള്ളത് നമുക്കിവിടെ നമ്മുടെ ലിസ്റ്റിൽ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അസൈൻ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് കോളുകൾ
പൂർത്തീകരിക്കാൻ എത്രയും പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.